ഒന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേരാണ് ബാക്ക് ടു ഗ്രീൻ, തിരിച്ച് പച്ചപ്പിലേക്ക് എന്നാണ് പടത്തിൻ്റെ. ഇവിടെ ഒരു കൊച്ചു കഥയാണ് പഠിക്കാനുള്ളത്. ചിത്രത്തിലൊരു തത്തനെ കണ്ട എല്ലാവരും. തത്തക്ക് എന്താണ് ഇംഗ്ലീഷ് പറയാം? പാരറ്റ്. പാരറ്റിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. നമുക്ക് കഥയിലോട്ട് പോകാം. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിയർ ചിക്സ്. പോളി ആരാണ്? ഈ കഥയിലെ ഒരു ക്യാരക്ടറാണ് പോളി എന്ന് പറയുന്നത്. ഈ മദർ ബേർഡിലെ മദർ പാരറ്റിനെയാണ് പോളി എന്ന് പറയുന്നത്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിയർ ചിക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പം മദർ പാരറ്റ് ഇവിടെ അടയിരിക്കണം. ഇവിടെ ഈ മദർ പാരറ്റ് ആലോചിച്ചിരിക്കണം എപ്പോഴാണ് ഈ മുട്ടൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരിക എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എപ്പോഴാണ് മൈ ചിക്സ്, എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക? സോ താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്, വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ ഫ്രണ്ട്സ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പേജ് കണ്ടോ? നെക്സ്റ്റ് പേജിൽ ഈ നെസ്റ്റ്, അതായത് പാരറ്റിൻ്റെ കൂടിനെയാണ് നെസ്റ്റ് എന്ന് പറയുന്നത്. നെസ്റ്റിൻ്റെ താഴെ ഉണ്ടല്ലേ പോളിയുടെ ഫ്രണ്ട്സൊക്കെ. ആരൊക്കെയാണ് ഫ്രണ്ട്സ്? ആനയും ആനയുടെ പുറത്ത് ഒരു മുയലും താറാവും ഉണ്ടല്ലേ. ഡക്ക്, റാബിറ്റ്, എലിഫൻറ്റ്, ഇവർ 3 പേരുമാണ് പോളിയുടെ ഫ്രണ്ട്സ്. അവർ പോളിയോട് ചോദിക്കുകയാണ്, പോളി ആർ ദ ചിക്സ് ഔട്ട്? പോളി, കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ കൂടിൽ നിന്നും പാരറ്റ് മറുപടി പറയുകയാണ്. പോളി മറുപടി പറയുകയാണ്, നോ ഐ ആം വെയിറ്റിംഗ്. ഇല്ല, ഞാനും കാത്തിരിക്കുകയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് പോളി ഇവിടെ പറയുന്നത് തിരിച്ച്. വിൽ ഹിയർ ഫ്രണ്ട്സ് വെയിറ്റ് ദെയർ? പോളിയുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത പേജ് നോക്കാം. ഇവിടെ മുട്ടകൾ വിരിയുകയാണ്. ദീസ് ആർ പോളീസ് എഗ്സ്. ഈ കാണുന്ന മുട്ടകളാണ് പോളിയുടെ മുട്ടകൾ. അതിൽ നിന്നും ഓരോന്ന് വിരിയുകയാണ്. ഫസ്റ്റ് ഒരു ലിറ്റിൽ പാരറ്റ് വിരിഞ്ഞു. എന്നിട്ട് പറയാണ്, ഐ ആം ഔട്ട്. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ഒന്നാമത്തെ ലിറ്റിൽ പാരറ്റ് പുറത്തേക്ക് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റും പുറത്തേക്ക് വന്നു. ഐ ആം ഔട്ട് ടു. ഞാനും വിരിഞ്ഞു. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അങ്ങനെ മൂന്നാമത്തെ ലിറ്റിൽ പാരറ്റും പുറത്തേക്ക് വന്നു. നൗ ദെയർ ആർ 3 പാരറ്റ്സ്. 1, 2, 3 പാരറ്റ് കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇവിടെ പോളി തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫസ്റ്റ്. ഒരു കൊച്ചു ലിറ്റിൽ പാരറ്റ് ആദ്യം പുറത്തേക്ക് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ്. രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റും അടുത്തതായിട്ട് വന്നു. ദ 3 ലിറ്റിൽ പാരറ്റ് ഓപ്പൺ ദെയർ ഐസ്. 3 ലിറ്റിൽ പാരറ്റും കണ്ണു തുറന്ന് നോക്കുകയാണ്. ഇവിടെ ലിറ്റിൽ പാരറ്റ് പറയുകയാണ്, ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് പറയാണ്, ഐ ആം ജിൽ. ഞാൻ ജില്ലാണ് എന്ന്. രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റ് പറയാണ്, ഐ ആം ദിൽ. എൻ്റെ പേര് ദില്ലാണ് എന്ന്. മൂന്നാമത്തെ ലിറ്റിൽ പാരറ്റ് പറയാണ്, മൈ നെയിം ഈസ് റിൽ. എൻ്റെ പേര് റില്ലാണ് എന്ന്. ഈ 3 പാരറ്റും അവരവരെ പേര് പറയാണ് ഇവിടെ. ഇവിടെ ഓരോ പാരറ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് നോക്കാം. പാരറ്റ് ജില്ലിൻ്റെ ചുണ്ട് വലിയ ചുണ്ടാണല്ലേ. രണ്ടാമത്തെ പാരറ്റ് ദില്ലിൻ്റെ കാല് വലിയ കാലാണ്, ലെഗ്സ് വലിയ ലെഗ്സ് ആണല്ലേ. മൂന്നാമത്തെ ലിറ്റിൽ പാരറ്റിന് റില്ലിന് കൗത്തിൽ ഒരു റെഡ് റിംഗ് ആണ് ഉള്ളതല്ലേ. അങ്ങനെ 3 ലിറ്റിൽ പാരറ്റ്സിന് 3 പ്രത്യേകതകളാണ് ഉള്ളത്. ഇവിടെ താഴെ പറയാണ്, ജിൽ ഹാസ് എ ബിഗ് ബെക്ക്, ദിൽ ഹാസ് എ ലോങ് ലെഗ്സ്, റിൽ ഹാസ് എ റെഡ് റിംഗ്. അങ്ങനെ 3 എണ്ണത്തിലും 3 പ്രത്യേകത ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. 1, 2, 3. ജിൽ, ദിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. 3 ലിറ്റിൽ പാരറ്റും
ഫ്ലൈ ആൻഡ് ഫ്ലൈ, പറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിന് ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് 3 ലിറ്റിൽ പാരൻറ്റും എന്നാണ് പറയുന്നത്. ജിൽ, ദിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്, ഇവർ 3 പാരറ്റും ആകാശത്തിലൂടെ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈസ് എവേ, ഇവർ 3 പേരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിൽ ഫ്ലൈസ് എവേ, റിൽ ദൂരത്തോട്ട് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഔച്ച്, റില്ല് ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ വീണു അല്ലേ, റെഡ് കളർ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ റില്ല് വീണു. ഔച്ച് എന്ന്. റിൽ ഫോൾസ് ഇൻ ടു എ ടിൻ, റിൽ ഫോൾസ് എന്ന് പറഞ്ഞാൽ വീഴുക. റില്ല് ഒരു പെയിൻറ്റിൻ്റെ ടിന്നിലേക്ക് വീണു അല്ലേ, അതാണ് പറയുന്നത്. റിൽ ഫോൾസ് ഇൻ ടു എ ടിൻ, ദർ ഈസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്, അതായത് ഒരു കാലി ടിന്നല്ല, റെഡ് കളറുള്ള പെയിൻ്റുള്ള ഒരു ടിന്നിലേക്കാണ് റില്ല് വീണത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദ ടിൻ, അതായത് റില്ല് ടിന്നിൽ തന്നെ സ്റ്റക്കായി നിൽക്കുമോ അതോ കം ഔട്ട് തിരിച്ചു വരുമോ എന്നാണ് ചോദിക്കുന്നത്. ടിന്നിൽ നിന്നും റില്ല് തിരിച്ചു വന്നു. റിൽ വാസ് ഗ്രീൻ, റില്ല് മുൻപ് ഗ്രീൻ കളറായിരുന്നു. നോ ഹീസ് റെഡ്, ഇപ്പോൾ റില്ലിൻ്റെ നിറം റെഡായി മാറിയിട്ടുണ്ടല്ലേ. ഹീ വാക്സ് ഹോം, റില്ല് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വിൽ ജിൽ ആൻഡ് ദിൽ സേ, ജില്ലും ദില്ലും എന്താണ് പറയുക, അതായത് ഇനി റില്ലിനെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ, അതായത് കളറ് മാറിയില്ലേ, റില്ലിൻ്റെ കളറ് മാറിയില്ലേ, ഇനി അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയാണ് നമുക്ക് നോക്കാം. റിൽ കംസ് ബാക്ക്, റില്ല് തിരിച്ച് വരികയാണ്. അപ്പം ദില്ലും ജില്ലും ചോദിക്കുകയാണ്, ഹൂ ആർ യു, റില്ലിനോട് ചോദിക്കുകയാണ് ഹൂ ആർ യു എന്ന്. അപ്പോൾ റില്ല് പറയാണ്, ഐ ആം റിൽ. അപ്പോൾ അവർ തിരിച്ച് പറയാണ്, നോ റിൽ ഈസ് ഗ്രീൻ, റില്ല് പച്ച നിറമാണുള്ളത്. അതായത് റില്ലിൻ്റെ ഇപ്പോഴത്തെ നിറം എന്താണ്, റെഡാണ്. അപ്പം ദില്ലിനും ജില്ലിനും റില്ലിനെ മനസ്സിലാകുന്നില്ല. അവർ ചോദിക്കണം ഹൂ അറിയൂ എന്നൊക്കെ, ആരാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് റില്ലിനോട്. അപ്പോൾ റില്ല് ഞാൻ റില്ലാണെന്ന് പറഞ്ഞിട്ടും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വിൽ റിൽ ഡു നോ, റിൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വേർ വിൽ റിൽ ഗോ, റില്ല് ഇനി എങ്ങോട്ട് പോകാൻ തുടങ്ങി. അപ്പം പെയിൻ്റൊന്നും ആകാത്ത 2 ബേഡ്സ്, 2 പാരറ്റ്, കം ഇറ്റ്സ് എ റെയിനിങ്, വാ നമുക്ക് റെയിനിൽ കളിക്കാൻ പോവുകയാണ് അവർ 2 പേരും. ഇറ്റ് സ്റ്റാർട്ട് റെയിനിങ്, മഴ പെയ്യാൻ ആരംഭിച്ചു. വാട്ട് വിൽ ഹാപ്പൻ നൗ, ഇനി എന്ത് സംഭവിക്കും. മഴ പെയ്തപ്പോൾ റില്ലിൻ്റെ പെയിൻറ്റൊക്കെ ഒലിച്ചു പോയി. റില്ല് തിരിച്ച് ഗ്രീനിലേക്ക് തന്നെ വരികയാണ്. റിൽ മൈ ഡിയർ, ഇവിടെ അമ്മ പാരറ്റ് വിളിക്കുകയാണ് റിൽ മൈ ഡിയർ എന്ന്. ഐ ആം ഗ്രീൻ അഗെയിൻ, ഞാൻ ഗ്രീനിലേക്ക് തിരിച്ചു വന്നു, വീണ്ടും എൻ്റെ നിറം ഗ്രീൻ കളറായി എന്നാണ് ഇവിടെ റില്ല് പറയുന്നത്. നോ റിൽ ഈസ് ഗ്രീൻ, റില്ലിന് തൻ്റെ നിറം തിരിച്ചു കിട്ടി. ഓൾ ആർ ഹാപ്പി, എല്ലാവരും ഹാപ്പിയായി. ഈ കൊച്ചു സ്റ്റോറി ഇവിടെ അവസാനിക്കും.